ജിങ്കിച്ചക്ക ജിങ്കിച്ചക്ക ജിങ്കിച്ചക്കാച്ച ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണുകൾ കണ്ടപ്പോൾ കൊഴുക്കട്ട പോലെ ജിങ്കിച്ചക്ക ജിങ്. ഓ അജിത്ത് ഒന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കട്ടെ ചോദിച്ചു. ഒരെണ്ണം ഉണ്ടാക്കി ഞാൻ അതിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കൊഴുക്കട്ട അവൻ മറ്റേ സിമെന്റും മണലൊക്കെ വെച്ച് അടച്ചോണ്ടിരിക്കും. ശശിയുടെ ഇതാണ് ശശിയുടെ കടയിലത്തെ കൊഴുക്കട്ട. ഇടിച്ചോ ഇടിച്ചോ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഇടിച്ച് പൊട്ടിക്കണം. നമ്മുടെ സിമ്പിൾ ചാനലിലൂടെ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്താണ്? ഒഫീഷ്യൽ താടിയുംപൊട്ട് ഒഫീഷ്യല്. നമ്മുടെ ഫേസ്ബുക്ക് താടിയുംപൊട്ടും, സെക്കൻഡ് ചാനല് താടിയുംപൊട്ടും ടോക്സ്. അപ്പൊ ഇന്ന് നമ്മൾ വേറെ ഒന്നുമല്ല, ഓശാനയാണ് നാളെ. അപ്പൊ നമ്മൾക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു പാം സൺഡേ നേരുന്നു. അപ്പൊ മലയാളത്തില് അപ്പൊ ഞങ്ങൾ ഇന്ന് നാളെ ഓശാനായതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട്ട് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ നേരെ കിച്ചണിലേക്ക് വെച്ച് പിടിക്കാം. കോഴിക്കോട്ട് ഉണ്ടാക്കണം. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഓശാന ഞായറാഴ്ചക്ക് ഒരു തല മേടിക്കാം, പള്ളിയിൽ പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. കടയിലെ കൊഴുക്കട്ട പോലെ മമ്മി നാട്ടിൽ നിന്ന് അരിപ്പൊടി തീർന്നു. അപ്പൊ ഞങ്ങള് കോഴിക്കോട്ടേരെ പടമുള്ള പൊടി മേടിച്ചിട്ട് അപ്പൊ നമ്മൾക്ക് ഇത്ര മതിയാവും. പിന്നെ ഒരു തേങ്ങ ചരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇച്ചപ്പനാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇന്നാളെ വെള്ള കളറ് കോഴിക്കോട്ടെ വെച്ചിട്ട് 2 ദിവസം മുന്നേ അല്ലേ കോഴിക്കോട്ടെ ഉണ്ടാക്കിണ്ടായിരുന്നു. അപ്പൊ സോ ഞങ്ങളിപ്പോ അതിന്റെ ഉള്ളില് ബ്രൗൺ കളറുള്ള കോഴിക്കോട്ടെ മാത്രം ഉണ്ടാക്കണം കേട്ടാ. അതെ, സിംബുലിന് ചാലനും ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. സിംബുലിന് ചാലിച്ചിയും മണത്തിട്ടാ ഫുൾ വെയിറ്റ്. ചാലേ അപ്പൂസ് ഉണ്ടായില്ലോ. പിന്നെ ഈ കിച്ചന്റെ ക്യൂണായിട്ടുള്ള ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് എന്ത് വീഡിയോ എടുത്താലും ഇത് കാണിച്ചിരിക്കണം. കൂണ് ആ ധാരാ അടിച്ചിന് അക്കിമ കൊടുക്കാനാണ് പറയണേ. നമുക്ക് ലൈവ് തുടങ്ങുമ്പോഴേക്ക് ഷെയ്ക്ക് അടിക്കാം. ലൈവ് ഉണ്ട്. അപ്പൊ വേഗം ഞങ്ങൾ പരിപാടി എന്തെങ്കിലും മതി, അങ്ങനെ ഒന്നുമില്ല. അതെ അതൊന്നും പോരാ. ആപ്പുന് അത് വേണ്ട ആൾക്ക്. അക്കീമാണ് വേണ്ടത്. ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട്. അക്കീമ് കിട്ടി സന്തോഷം. അതുണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ. ചാവൽ പൗഡർ, റൈസ് പുൾവർ, റിജിസ് പൗഡർ, പൗഡർ ഡി റിസ്. നിങ്ങൾക്ക് മനസ്സിലല്ല, പിള്ളേർക്ക് മനസ്സിലാവും. റിസ് ആൽഫ സിഗ്മ അതും ഇതും എന്താ ബന്ധം? അക്കിമ പോയി ബാംഗ്ലൂരിലുള്ളപ്പോ കുറെ പരീക്ഷണങ്ങള് സയന്റിസ്റ്റ് നടത്തിയിട്ടുണ്ട്.
അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കാണാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അടുക്കള കത്തിച്ച വീഡിയോ ഒക്കെ ഉണ്ട്. കുറച്ച് പ്രായത്തിലേക്കൊന്നും അറിയില്ല. അപ്പൊ ഉണ്ടാക്കാമോ ഗൈസ്, അപ്പൊ സക്കര അരിയാണ് ഗൈസ്. നമ്മള് പണ്ട് ബാംഗ്ലൂർ സമയത്ത് എന്തിട്ടാ ഇതേപോലെ എന്തിനോ ഇത് വിഷുക്കോട്ടയ്ക്ക് തന്നെയല്ലേ? സോറി, കോഴിക്കോട്ടേക്ക് തന്നെയല്ലേ? കോഴിക്കോട്ടേക്ക് അപ്പൊ കോഴിക്കോട്ടേക്ക് വേണ്ടി നമ്മൾ ഇതേപോലെ ശർക്കര ഇതേപോലെ ചെറുതാക്കണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ക്യാബേജും ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്യണ സാധനത്തിൻ്റെ ഉള്ളിൽ കൊഴുക്കട്ട ഇട്ട് ശർക്കര ഇട്ട് ഞാൻ ഉരച്ചു. ഒരു 2 മണിക്കൂർ എടുത്തു. ഇത് തുടങ്ങിയത് അറിഞ്ഞില്ല, അപ്പൊ അതേ കഴിയാറായി. അങ്ങനെ കിടുകിട് നായി കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടി. ശർക്കര ഇങ്ങനെ തിന്നുമ്പോൾ നമ്മുടെ നാവിൻ്റെ മോൾ ഭാഗം ഒരു വല്ലാത്ത ഫീലിംഗ് വരും. അത് തേങ്ങ കൂട്ടി കഴിക്കണം. ആണോ? ഇത് കുറച്ച് തേങ്ങ മിക്സ് ചെയ്ത് വാടിട്ടൊക്കെ കൂടി ഇത് കഷ്ണം എടുക്കുക, ശർക്കര എടുക്കുക, എന്നിട്ട് വാടിടുക. പായസം ഒരാൾക്ക് ഫ്രിഡ്ജ് തുറന്നിട്ട് അക്കീം വേണമെന്ന് പറഞ്ഞപ്പോ അക്കീം എടുത്തു കൊടുത്തു. അപ്പൊ പറയണു ഷെയ്ക്ക് വേണം. ചിക്കനാ? നോമ്പാടാ. എഗ് കഴിക്കുന്ന ആള് ആദീസ് മാത്രമല്ലോ. കാരണം അവന് അത് പറ്റില്ല, അവന് ലഞ്ചിന് നോമ്പുണ്ട്, എഗ് ഒഴികെ. എഗ് ഹാപ്പിയാണ് കിട്ടി. ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് എഗ് എടുത്ത് അടിച്ച് എഗ് പായസം. ഇത് മാത്രമാണ് എഗ് ഫ്രൈ ബോഡി വിത്ത് മസിൽ ഷോ 6 pack ഒക്കെ നമുക്കൊരു കാര്യം അറിയോ? എന്റെ ശബ്ദവും നിങ്ങൾ ഇത് കൂടെ കേൾക്കുന്ന ശബ്ദവും രണ്ടാണ്. എടാ നമുക്ക് ഞാനില്ല ഈ പറയണ ഞാൻ തിന്നും അപ്പോഴ. സോ ഗോൾഡൻ കളർ ഗൈസ്. പാനി റെഡി ഗൈസ്. ശർക്കര സാധനത്തിന് തരികളൊക്കെ ഇതായി വരണം കഴിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇനി കരടൊക്കെ ഉണ്ടാവോ? ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറെ വൃത്തിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ശർക്കരയില്. അപ്പൊ ശർക്കര ഉണ്ടാക്കുന്ന കണ്ടുണ്ട്, ശർക്കര ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. വെറുതെ കുടിക്കാൻ പോകും. മറ്റേ വിഷുക്കട്ട ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ഇങ്ങനെ മിണ്ടരുത്. ശർക്കര ഫിൽറ്റർ ചെയ്തില്ല എടുക്കുക. അതല്ല മറ്റേ അരിപ്പയില് തിളച്ചു വരുമ്പോഴേ കാലത്ത് കുറെ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല ശർക്കര വീട് അപ്പ മറ്റേ സാധനം ഉണ്ടാക്കണ വീഡിയോ ഉണ്ടോ? തേമിഠായി നിലത്തുരയ്ക്കുന്ന പിന്നെ സഹിക്കുക. ആ തേമിഠായി കണ്ടുപോക്ക്, അത് സൂപ്പറാ. സോനാപ്പ അവിടെ ഒന്നും കുഴപ്പമില്ല, അത് ഉണ്ടാക്കുന്നത് പിന്നെ കുഴപ്പമില്ല. എന്റെ പൊന്നെ. ബിളിബിള് വന്നു തുടങ്ങി. കുരുവോ മുളക് പൊടി പല കുരുക്കളും ഉണ്ടാവും ഇതില്. അപ്പ എന്തോ ഉദ്ദേശിച്ചു പറയണ പോലെ. അപ്പൊ നമുക്ക് മറ്റേ ശർക്കര അത്ര ഫുള്ള് വേണ്ടി വരില്ല, വേണ്ട ആവശ്യമില്ല. ശർക്കര മാറ്റി വയ്ക്കാം. 2 ദിവസം കഴിഞ്ഞാൽ വിഷുവാണ്. വിഷുക്കട്ടയ്ക്ക് ഈ ശർക്കര തന്നെ എടുക്കണം.
അതെ തിളച്ചു വന്നിട്ടുണ്ട്. നീ എന്താ ചെയ്യാ? അത് തേങ്ങയ്ക്ക് വയ്ക്കൂ ഇട്ടേ. ഇതും കൂടി മിക്സ് ചെയ്യാം. ജിങ്കിച്ചക്ക ജിങ്കിച്ചക്ക ജിങ്കിച്ചക്കാച്ച ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണുകൾ കണ്ടപ്പോൾ കൊഴുക്കട്ട പോലെ ചിഞ്ചക്ക ചിങ്. ഓ അജിത്ത് ഒന്നും അറിയില്ലല്ലോ. ആണ് നമ്മുടെ കൊഴുക്കട്ടയുടെ ഫില്ലിങ്. അതെ, ജാഗിരി ഫില്ലിങ്. നമ്മള് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ വെറുതെ ശർക്കര ഇട്ടിട്ട് തേങ്ങ പഞ്ചസാര ഇട്ടിട്ട്, ഓർ ഇങ്ങനെയാണ്. തേങ്ങയും ഇട്ട് കഴിഞ്ഞാല് തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ലേ? അത് നോർമൽ ഒരു പലഹാരം രീതി. അങ്ങനെ ഇട്ടിട്ട് ഇതിലേക്ക് നമ്മള് വേറെ സാധനം കുമിൻ സീഡ്, അതായത് ജീരക ഏലക്കും. അങ്ങനെ കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടിക്കുക. പൊടിക്കുക മീൻസ് വെറുതെ ഒന്ന് അടിക്കുക. മരുന്നാവും. അപ്പൊ ഞാൻ ചതച്ചിട്ട് വരാം. അപ്പോ നമ്മുടെ ഏലക്കും അതുപോലെ നമ്മുടെ ജീരകവും. യെസ് ഗൈസ്, ഈ മണത്തിനും ചെറിയൊരു ഫ്ലേവറിനാണ് ഇത് പറഞ്ഞത്. പക്ഷെ ഈ സാധനം കൊഴുക്കട്ടയിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ മാറ്റി വയ്ക്കും. അതായത് ഏലക്കാട്ടാ, ജീരകം അങ്ങനെ തിന്നു പോവും. ഇപ്പൊ കിട്ടില്ല, ഫില്ലിങ് സെറ്റായി. ഇനി നമ്മള് നമ്മുടെ മാവ് ഇത്രയുള്ളോ? ഇതാണ് ഇതിന്റെ മെയിൻ ഫില്ലിങ്. ഈ മാവ് എടുക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, കുഴക്കുന്നു, ഉപ്പിട്ടിട്ട് കുഴക്കുന്നു, കുറച്ച് നെയ്യ് ഒഴിക്കുന്നു, ഉരുട്ടുന്നു. പിന്നെ എല്ലാവരും ഇതിനെ ഉരുട്ടി ഫില്ല് ചെയ്യും. എല്ലാവരും ഇല്ല, ഞാനപ്പം മാത്രം ഉണ്ടാവുള്ളൂ. ഞാനപ്പ ഉണ്ടാവില്ല, നീ മാത്രമല്ലോ. അല്ല, ഞാൻ മാത്രമല്ല, നീ വീഡിയോ എടുത്തോ. എനിക്കുണ്ടാക്കണം. വേണ്ട, ഞാൻ ഉണ്ടാക്കിയോളാം. അപ്പ ഉണ്ടാക്കുമ്പോ മാവ് മാത്രമേ കിട്ടുള്ളൂ. ഇഷ്ടോ എന്താ, ഞാൻ അമ്മ ചീറപ്പരുന്ന് ഉണ്ടാക്കാറുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞ? എന്താ അങ്ങനെ ടോക്ക്? ഗിരിയ എന്താ അങ്ങനെ ഒരു ടോക്ക്? മനസ്സിലായില്ല? അത് നാളെ തന്നെ തിന്നണ്ടേ, അത് കാരണം അങ്ങനെ ഒരു ടോക്ക്. നൈസ് പത്രം നമ്മൾ അരിപ്പൊടി തട്ടുന്നു. നല്ല ബിളുബിളുത്ത് അരിപ്പൊടി, ശുദ്ധ അരച്ച അരിപ്പൊടി, മലബാർ. വിഷുക്കട്ട എന്താന്ന് ആർക്കും അറിയില്ല ഗൈസ്. ഞാനത് എന്റെ വിചാരം വിഷുവിന്റെ അന്ന് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാന്നാ. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഞാൻ അറിയണേ അത് തൃശ്ശൂര് മാത്രമേ ഉള്ളൂന്ന്. സൂട് വെള്ളം, ഇളംചൂട്, അതാ സൂടില്ലേ. ഒരു മാവാക്കും ഗൈസ്. നീ എവിടുന്നാ വന്നേ? ഇവനെ ആ വീഡിയോ കണ്ടോ? ഇപ്പോ അവിടെ ഇരുന്നിട്ട് ഷെയ്ക്ക് അടിച്ച വീഡിയോ ഇരുന്ന് കണ്ടോ? അത് കാണുമ്പോ അത് ഓർമ്മ വരും. വേണമെന്നാ? എന്നിട്ട് വേണമെന്ന് ഐസ്ക്രീം വന്നില്ല ഞാൻ. എന്നിട്ടാ ഏതൊക്കെ ചൂണ്ടണമെന്നുണ്ടാവന്? ഏത് ഇതാ പാല, അത് ഷെയ്ക്ക് അടിക്കാൻ. ഷെയ്ക്ക് അടിക്കണ്ടേ? ചെയ്തരാ, അപ്പ ചെയ്തരാ. ചെയ്യാം, ഷെയ്ക്ക് അടിക്കാന്ന് കൊണ്ട് ആദ്യക്കുട്ടാ നോ ക്ലോസ്. ഷെയ്ക്ക് അടിക്കാൻ നോക്കിട്ടാ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ലൈവിലിരിക്കുമ്പോ തരാം. മാവ് റെഡി ഗൈസ്. വെള്ളം കൂടിയ ഞാൻ വെള്ളം കൂടിയെങ്കിൽ പിളു പോലെ ഇപ്പൊ ലൂസാവും ഗൈസ്. അത് നമുക്ക് ഒട്ടിച്ച് വെക്കാം, ഒട്ടിരിക്കും. അരിപ്പൊടിയെ കാരണേ വേഗം മറ്റേ പെയിന്റ് അടിക്കുന്ന പെയിന്റ് പോലെ. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി സോഫ്റ്റ്. സെറ്റ് നന്നായിട്ട് കിട്ടും. നെയ്യ് ഒഴിക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, സീരിയസ്ലി. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ് മാറും. ഓഹോ, ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. മണം നോക്കിയപ്പോ നമ്മളെ കുറുക്കിന്റെ മണം.
മറ്റേ കുറുക്ക് പെസഹ കുറുക്ക് അല്ല അല്ലേ അതെ മണത്ത് നോക്ക് ചെറുതായിട്ട് അപ്പൊ ഇതും എനിക്ക് അതെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ അങ്ങനെ മുന്തിരിയൊക്കെ കുറച്ച് നെയ്യിലൊന്ന് വറുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ളില് 2 അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തിനാ നെയ്യ് വറക്കണം വെറുതെ ഇട്ടാ പോരെ അല്ല പറഞ്ഞത് അപ്പൊ ഒരു ചെറിയ ക്രിസ്പ് പോലെ കിട്ടും നമ്മുടെ മറ്റേ എന്നിട്ട് അതിനെ പറയാ ദിൽക്കുഷ അതിന്റെ ഉള്ളില് ഇടണ നല്ല മണം കേട്ടോ ഗൈസ് ലോനപ്പ ഒരു നീലപ്പൂക്കുറ്റി നമുക്കതിലേക്ക് ആകോടി ഇനി കുറച്ച് ഓരോ സ്പൂൺ വെച്ചാൽ മതിട്ടാ കുറെ വേണ്ടല്ലോ ഏയ് ഒരെണ്ണത്തില് കൊറേ ഇടാം എന്നിട്ട് ആ ഒരെണ്ണ ആർക്ക് കിട്ടും നോക്കാം ഈ ഒരു സ്പൂൺ ഇതില് ബൗള് പോലത്തെ സ്പൂണാണ് അത് അറിയില്ലേ മറ്റേ ദുഃഖവെള്ളിന്റെ അന്ന് ചില വീട്ടില് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോ ചക്കക്കുരു ഇടും ആർക്ക് ചക്കക്കുരു കിട്ടിയ ആളെ യൂദാസ് അതേപോലെ നമുക്ക് വെറുതെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാന്ന് നോക്കാം യൂദാസ് പെസഹായിട്ടൊരു ബന്ധമില്ല പിന്നെ ഇവിടെ കിട്ടണത് നിനക്കല്ലേ ഫസ്റ്റ് കോഴിക്കോട്ടെ റെഡി ആ ശരി 1 ബൈറ്റിൽ കഴിക്കാനല്ല ഓക്കെ ശരി മതി മതി ഓക്കേ അപ്പൊ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കട്ടെ ചോദിച്ചു ഒരെണ്ണം ഉണ്ടാക്കി ഞാൻ അതിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കൊഴുക്കട്ട അവൻ മറ്റേ സിമെന്റും മണലൊക്കെ വെച്ച് അടച്ചോണ്ടിരിക്കും എന്റെ മാത്രമാണ് ഇങ്ങനെ പറ്റുന്നത് ഇതിലൊക്കെ ഡിസൈൻ വെക്കണട്ടോ വല്ല L2 മറ്റല്ല എമ്പുരാന്റെ ഒക്കെ അടിച്ച ലോകം പോലെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വെച്ചോ സ്വന്തമായിട്ടുള്ള സാധനം സൃഷ്ടി മനസ്സിലാക്കാനേ അത് കഴിക്കുമ്പോ മനസ്സിലാക്കണം അയ്യോ കൊറേ നിറച്ചു ആവേശം ഞാൻ ഉണ്ടാക്കണ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചില്ലേ നേരത്തെ വീഡിയോയില് അതാണ് അതിന്റെ ഔട്ടാണ് ഇത് ഇതിപ്പോ മാവൊക്കെ പൊത്തി പൊത്തി മാവൊക്കെ ഇവിടുന്ന് ഇതിലേക്ക് കേറും നീ പീ കഴിക്കിടുമ്പോ അവിടെ പൊളിയും എന്നിട്ട് അവിടെ എടുത്ത് കുറച്ച് പൊത്തു കേട്ടാ നാളെ ഈ മറ്റേ ഇതാണ് ഓശാന ഞാൻ വായൊക്കെ പൊളിച്ചിട്ടാ വരണേ കോഴിക്കോട്ടെ വായ പൊളിച്ചിട്ടാ വരണേ കേട്ടാ ഇപ്പൊ മനസ്സിലായില്ലേ കൈ ഉണ്ടാക്കണ ആളാന്ന് കൊഴുക്കട്ട ഗൈസ് അപ്പടെ പൊന്നി അടിയില് അപ്പടെ പൊന്നി ഒന്നിട്ടില്ല ചുപ്പട് കൂട്ടാൻ എന്റെ തുമ്പാട് വെട്ടിക്കളി കിട്ടല്ല കാര്യം പറഞ്ഞ എന്തിട്ട് ഇതിപ്പോ ഒരാളെ എറിഞ്ഞ ചാവാള് അതവലായിണ്ട് മാവ് കേറിയിട്ട് ഒരാളെ എറിഞ്ഞു അല്ല വേണമെങ്കിൽ കഴിഞ്ഞ എന്താണ് മൊട്ട കഴിഞ്ഞ വട്ട എന്നെ കളിയാക്കി തപ്പു ഇതിനിപ്പോ എന്തിനാന്നുണ്ടെങ്കിൽ 1 കിലോ മാവ് പൊടി ഉണ്ട് അതിന്റെ 1 കിലോ കേറിയുണ്ട് അടുത്ത ഓട്ടം കുത്തിയുണ്ട് ആ വെച്ചോ അടച്ചോ ചെറിയ പൂക്കളും കായ്കളൊക്കെ വെച്ച് പറക്കും തളിക ഓട്ടടക്കുന്ന ഓട്ടടച്ച നിന്റെ
ഇവിടെ എഴുതി വെക്കിട്ടാ കാണാനല്ലേ കാണാണ്ടല്ലേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ടേ മുഖത്തൊന്ന് പതിക്കുക അപ്പൊ മുഖം ഒന്ന് പതിയാതില്ലേ അവ ആ ഞാൻ അപ്പൊ വരാം അപ്പൊ ഓട്ടോ അടച്ചോണ്ടിരിക്കും ഞാൻ ഒന്ന് കൊണ്ടാക്കിട്ട് വരാം മാവ് കഴിക്കരുത് ഇപ്പൊ മാന്തി മാന്തിട്ട് കണ്ട ഓരോ ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് ശശിയുടെ ഇതാണ് ശശിയുടെ കടയിലത്തെ കൊഴുക്കട്ട മോട്ടെ കണ്ട കോക്കാച്ചി കണ്ണു പോലെ ഇരിക്കുന്ന ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ അവളുടെ കണ്ണുകൾ കാണുമ്പോൾ ഓ കല്ല് പോലെ അത് പൊളിഞ്ഞു അതത്ര പൂ പോലെ ആയതുകൊണ്ടാ കല്ല് പോലെ അല്ല മൃദുലമാണ് മൃദുലം ഡിസൈൻ അടിക്കണ ഓ ഇതൊരെണ്ണം ഉണ്ടാക്കി ആ മാവ് കൊണ്ടെന്നെ ഉണ്ടാക്കിട്ടാ ഏട്ടാ ഈ മാവ് കൂട്ടിരിക്കട്ടെ ശശിയുടെ കടയിലെ കൊഴുക്കട്ടൊക്കെ ആ മാവോട് ഉണ്ടാക്കിയാ മതി അത് സെപ്പറേറ്റ് വേവിച്ചാ മതി സെപ്പറേറ്റ് നിനക്ക് തരാം വേവിക്കാനായിട്ടുള്ള സംഭവം ഓ ഓ ഓ ശശിയുടെ കടയിൽ കൊഴുക്കട്ട ഉണ്ട് വെച്ചതാ 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 അതറിയാം വെച്ചതാ പക്ഷെ ഒരാള് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് അടുപ്പിൽ വെക്കുക അത് കണ്ടൂല്ലേ ഞാൻ അടുത്തൊന്നും മിണ്ടാണ്ടിരുന്നപ്പോ ഞാൻ ഇടാന്ന് വിചാരിച്ചു ഇതും കൂടി കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി ഉണ്ടല്ലേ അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റത്തെ കൊഴുക്കട്ടയാണ് ഗൈസ് യെസ് ലാസ്റ്റത്തെ കൊഴുക്കട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഈ സാധനം ഇനിയുണ്ടല്ലേ ഇതുണ്ട് അത് ഞാൻ പരമാവധി ഫില്ല് ചെയ്തിട്ടുണ്ട് നിറച്ച് തങ്കമ്മ അവിടെ വന്നിരുന്നുണ്ട് തങ്കമ്മേ തങ്കമ്മ തങ്കമ്മേ ഓ ഗോഡ് ശശിയുടെ കടയിലെ കൊഴുക്കട്ടകളായില്ലേ ഈശ്വര ഓ ഒട്ടിപ്പിടിച്ചിരുന്ന ആ പ്രശ്നമല്ലേ ആദ്യം തന്നെ ഇതിലേക്ക് വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ എന്താ നമ്മൾ പിന്നെയും സെറ്റാക്കും ഓഹോ നമ്മുടെ കൊഴുക്കട്ട സെറ്റായിട്ടാ സ്പെഷ്യൽ കോഴിക്കോട്ട ഞാൻ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ലൈവ് കഴിഞ്ഞപ്പോഴേക്കും പോയി അപ്പൊ ഞങ്ങള് പറഞ്ഞ ഇടയില് ആദ്യം വേണമെന്നുകൊണ്ട് വാശി പിടിച്ചപ്പോ ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തു. അപ്പൊ അതിൽ ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തു. നിന്റെ കൊഴുക്കട്ട വെച്ചിട്ടുണ്ടോ? അതന്നെ, അതാണ് നിന്റെ കൊഴുക്കട്ട. അപ്പുന്റെ കൊഴുക്കട്ട കടയിലെ അപ്പുന്റെ കടയിലെ കൊഴുക്കട്ട പോലെ. ആ ഇതൊക്കെ നിലത്തിട്ട് ഇപ്പൊ അപ്പനോണ്ട് പരത്തിട്ടുണ്ടാക്കിപ്പിക്കട്ടോ ഞാൻ. അപ്പൊ മൈക്കൽ ജാക്സനെ വിളിച്ചപ്പോ പൊന്നു നിക്കണോ രണ്ടുണ്ടോ വിളിച്ചു. അതെ, അപ്പൊ ഞങ്ങള് വിഷുക്കട്ടയും കോഴിക്കോട്ടും ഒക്കെ ട്രഡീഷണലി എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഏത് മതത്തിലാണെങ്കിലും ഇപ്പൊ ക്രിസ്ത്യൻസിന് ഓശാനയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നോ അറിയാനും, അപ്പുറത്തെ വീട്ടിലെ ക്രിസ്ത്യൻസ് ഹിന്ദുക്കൾക്ക് കൊണ്ടു കൊടുക്കുമ്പോ അവരിത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ പിള്ളേരുകളെല്ലാം അറിയണം. വിഷുക്കട്ട വിഷുവിനാണ് ഉണ്ടാക്കണേ, ഓശാന അല്ല കോഴിക്കോട്ട ഓശാനയ്ക്കാണ് ഉണ്ടാക്കണേ, വട്ടയപ്പം ക്രിസ്മസിന്, അങ്ങനെയൊക്കെ
ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കണതാണ് പിള്ളേർക്ക് എല്ലാം. ഞങ്ങളെ ഇങ്ങനത്തെ ഇപ്പൊ വിഷുക്കട്ടി ഉണ്ടാക്കും, ഇതിന്റെ ഇതുണ്ടാക്കും, ക്രിസ്മസിന്റെ എല്ലാ വിശേഷങ്ങൾക്കും എല്ലാ സംഭവങ്ങളും ആഘോഷങ്ങളും ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഒരു എന്താ പറയാ കേരളത്തിന്റെ അല്ലെ ഒരു സംസ്കാരം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ട്രഡീഷണൽ കാര്യങ്ങളെല്ലാം പിള്ളേർക്ക് ഇപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം അറിയുന്ന അറിയില്ല, ആരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അറിയില്ല. പഴയ തലമുറയിൽ എല്ലാ വീടുകളിലും ഉണ്ടാവില്ല. നിനക്കറിയുമോ എനിക്കറിയില്ല, എനിക്കറിയുമോ നിനക്കറിയില്ല. ഈ വെക്കേഷൻ ആയപ്പോ തൊട്ട് അപ്പൊ ജീവിയാണ്. ഇന്നലെ ബുദ്ധി കിട്ടിയതുകൊണ്ട് ഇത്ര നാളത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗായ്സ് നമ്മുടെ കൊഴുക്കട്ട എങ്ങനെ ഉണ്ടായിരുന്നു? കൊഴുക്കട്ട കഴിച്ചപ്പോ കറക്റ്റ് മധുരവും കറക്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ചുണ്ടുമണി ചുന്ദരിമണി ചുണ്ടുമണി ചുന്ദരിമണി ചുണ്ടുമണി ചുന്ദരിമണി ചേട്ടനടിക്കാനാണ്, ചേട്ടനടിക്കാൻ. ഇടിച്ചോ ജ്യൂസ്, ചിക്കൻ, ഷെയ്ക്ക്, ഐസ്ക്രീം, പായസം, ഇതൊക്കെയാണ് അവന് വേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം, വിശ്വസം ഉണ്ടാവണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീഡിയോ. ഇത് അവസാനിപ്പിക്കണം എന്തായാലും. കാരണം നാളെ രാവിലെ പള്ളിയിൽ പോയി അവിടെ പള്ളിയിൽ കൊടുത്തോളം തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇടുന്നത്. യേശുവിനെ മറ്റേ ഇതിലെ തെരുവിലൂടെ, ജെറുസലേം തെരുവിലൂടെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുമ്പോ അവസാനം അല്ലെ ജെറുസലേമിലേക്ക് യേശു എത്തിയ ദിവസം സൈറ്റിംഗ് കൊമ്പുകൾ വെച്ചിട്ട് കൃഷ്ണന്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് കൊടുത്തോളം തരുന്നത്. അപ്പൊ നാളെ ഞങ്ങള് പള്ളിയിൽ പോകുന്നു രാവിലെ. അതൊക്കെ ബാക്കി നമുക്ക് കാണാം. ഞങ്ങൾ ഇന്നലെ കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കിയിട്ട് പക്ഷെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പള്ളിയിൽ പോയി കോഴിക്കോട്ടേക്ക് മേടിച്ച് പ്രാർത്ഥിച്ചു വന്നിട്ടാണ് കോഴിക്കോട്ടെ കാര്യങ്ങളൊക്കെ കഴിക്കാം. ആദിസിന്റെ വെച്ചിട്ടുണ്ട് എന്റെ ബർത്ത്ഡേക്ക് അന്ന് നാട്ടിൽ പോയി കൊടുത്തുന്ന ഒരു സെറ്റപ്പിലാണ്. ആദ്യമൊക്കെ സെറ്റപ്പും ഒക്കെ വെച്ച് ചായ നമ്മൾ ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ കോഴിക്കോട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആവിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടാണ് കഴിക്കുന്നത്. ചിമ്പിന്റെ ചാർലിയുടെ ചോറ് കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചോറ് വെച്ചിട്ടുണ്ട്. ബാക്കി ആദ്യം ബാഗ് ഒക്കെ എടുത്ത് കുത്തപ്പനായി ചുഞ്ചി പെനായി ടാറ്റ പോവാന് ആടിസ് സാധനങ്ങൾ നിറച്ചോണ്ടിരിക്കുക ബാഗില്. ആള് പോയി പള്ളി ചാലി ചിമ്പൻ ചിമ്പാനി ചാലപ്പൻ ചാലപ്പൻ ചിമ്പാനി ചിമ്പാനി. അപ്പൊ ഞങ്ങളിത് പൂട്ടി, ഗേറ്റൊക്കെ പൂട്ടി ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങി. ഞായറാഴ്ച എല്ലാവരും ക്രിസ്ത്യൻസ് പോകും ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. തിങ്കളാഴ്ച വിഷു. അതെ, അത് സൂപ്പറായില്ലേ? അവസാന കഴിഞ്ഞ വിഷു ഈസ്റ്റർ കഴിഞ്ഞ പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഞാൻ ഇല്ല ഈസ്റ്റർ കഴിഞ്ഞ പിറ്റേന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ. സുന്ദരി മോന്റെ സൂപ്പർ ബർത്ത്ഡേ. ഞാനിപ്പോ വെയിറ്റ് ചെയ്തിരിക്കട്ടില്ല.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓശാന. അതെ, അപ്പോൾ ഓശാന. അപ്പോൾ ഞങ്ങള് പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കുരുത്തോലൊക്കെ തന്നു, പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം അതിൻ്റെ കുറച്ച് ചെറിയൊരു വാശി. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുക്കട്ട കഴിക്കുക. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഞാനിപ്പോൾ കണ്ട പൂച്ചനെ വരയ്ക്കണ പോലെ വരച്ചോണ്ടിരിക്കണേ. അപ്പുറത്ത് ബന്ധിക്കോസ്തയുടെ ഒരു പള്ളിയുണ്ട് ഗൈസ്, അതിൻ്റെ അവിടെ നിന്ന് പാട്ട് കേൾക്കണേ. തമ്പാച്ചനാണത്. അവരുടെ പ്രാർത്ഥന. ചാലപ്പാ ചാലപ്പാ ചാലി ചാലി ചാലപ്പാ 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 ചാലി ചാലി ചാലപ്പാ 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 ചാലി ചാലി ചാലപ്പാ. അതെ, തമ്പാച്ച ബാ. നമ്മള് കുരുത്തോല കൊണ്ടുവന്നിട്ട് രൂപത്തിന്റെ അവിടെ വെക്കും. ഈ കുരുത്തോലയാണ് 1 വർഷം കഴിയുമ്പോൾ കരിക്കുടി പെരുന്നാൾക്ക് കരിക്കൂടിയായിട്ട് കത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പച്ചയായിരുന്നത് പിന്നീട് ചാരമായി മാറുമെന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുക. മനുഷ്യ ജീവിതം അങ്ങനെയാണെന്ന്. ചമ്പച്ച ചിക്കന് ചമ്പച്ച. അപ്പൊ ഇനി ഞങ്ങള് ഓശാന ഇത് ഫ്രണ്ട്സാണ് എൻ്റെ ചേട്ടൻ. ഓശാന കേട്ടോ, ഓശാന ഓശാന ഓശാന. ഓ ചാലി. ചായ പിന്നെ വെച്ചിട്ട് പോയിണ്ടായിരുന്നു, അപ്പോൾ ആദ്യം ചൂടാക്കാം. ചായയും കോഴിക്കോട്ടും കഴിക്കാം അല്ലേ? കോഴിക്കട്ട അശാനയുടെ കോഴിക്കട്ട, ചിമ്പൂന് കോഴിക്കട്ട, കൈക്കട്ട കൈക്കട്ട, ആടിജീന് കൈക്കട്ട, കൈക്കട്ട കൈക്കട്ട, ആടിജീന് കൈക്കട്ട. അമ്പോ പോസൊക്കെ ചെയ്ത് കിട്ടും. ചിമ്പ ചീമ്പ് ചീമ്പ്. നമ്മുടെ കൊഴുക്കട്ട പൊന്നു സെറ്റാക്കാണ്. അതെ, അതന്നെ നിനക്ക് തോന്നേ. നിന്റെ ഒരു സാധനം കൂടി ഉണ്ട്, രണ്ടെണ്ണം ഉണ്ടാക്കിയില്ല നീ. അതിലൊരു അടയാളം വെച്ചിട്ടാന്ന് ഞാൻ, കുരിശടയാളം. ചാർലി എങ്ങടാ? തന്നെ അടയാളപ്പെടുത്തിയത് തന്നെ വിരിഞ്ഞു, തന്നെ വിരിഞ്ഞത്. നീ ഉണ്ടാക്കിയത് നീ തന്നെ തിന്നണം. ചാലപ്പണി തരാം, ചാലപ്പണി തരാം, ചാലേ തരാന്ന് പറഞ്ഞ, കോഴിക്കോട്ടെ തരാന്ന് പറഞ്ഞ. ഹാപ്പി ഹാപ്പി ചാലേ.
ദേ ഇവിടെ ഒരാള് സൈഡിൽ നിന്നിട്ട് ചാലിയുടെ പോലെ അടുത്തേക്ക് കയറി ഇപ്പൊ കസേരയിൽ കയറിയിരിക്കും ചാർലി കൊഴുക്കട്ട കിട്ടാൻ. കൊഴുക്കട്ട കിട്ടാനേ ചാർലി കസേരയുടെ അടുത്തേക്ക് ഇവിടെ നിന്ന് നീങ്ങി അവിടെ വരെ എത്തി. കോഴിക്കട്ടനായോ കോഴിക്കട്ട കൊഴുക്കട്ട. ആ ചാർലി അപ്പുന്റെ കൈ കൊണ്ടുണ്ടാക്കി കൊഴുക്കട്ട ഉണ്ടായില് അപ്പു കൊട്ട. ആ കൊടുത്തോ നോട്ടെ. കയ്യിലേക്ക് ചാടിട്ടാ ഡാടാ ഇവിടെ ഒരാള് ക്ലീനിങ്ങില്ല. ആൾക്ക് പിന്നെ കൊഴുക്കട്ടയും വേണ്ട ചോറും വേണ്ട. ഒന്നപ്പാൻ കൊഴുക്കട്ട തന്നെ. അയ്യോ ഞാൻ എനിക്ക് അത് കേട്ടിട്ട് ഞാൻ എന്താ വെക്കുന്നത്